सब छात्रों को हिंदी कक्षा का स्वागत എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടി വി എന്ന് പറഞ്ഞിട്ടുള്ള കഥയുടെ തിരക്കഥയായിരുന്നു പഠിച്ചിരുന്നത്. രണ്ട് ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്, ദൃശ്യ ഏക്, ദൃശ്യ ദോ. ഇന്ന് നമ്മൾ 3, 4, 5, 6 ടോട്ടൽ 4 ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കഥയിൽ നിന്നും തിരക്കഥയിലേക്ക് മാറുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ഓരോ സീനുകൾ കഴിയുമ്പോഴും അതിൽ വന്നിട്ടുള്ള ഡയലോഗ്സ്, അവരുടെ എക്സ്പ്രഷൻസ്, ടൈം, പിന്നെ സ്ഥലം, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക. മൂന്നാമത്തെ ദൃശ്യത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ദൃശ്യ 3, സീൻ 3 നോക്കാം. സീൻ 3, മനോഹർ ചാച്ച കെ ഘർ കാ കമര. മനോഹർ ചാച്ചയുടെ വീട്ടിലുള്ള റൂം, അതാണ് കമര. സുബഹ് കെ 8 ബജെ, രാവിലെ 8 മണിയാണ് സമയം. ഈ ദൃശ്യം ഏതാണെന്ന് ചോദിച്ചാൽ, കുറച്ച് മുന്നേ ഗോപു തൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ സുഹൃത്തായ മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് ടി വി കാണാൻ പോയിരുന്നു കുറച്ച് മുന്നേ. ആ സംഭവമാണ് മൂന്നാമത്തെ ദൃശ്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് മനോഹർ ചാച്ചയുടെ വീട് മുറി, രാവിലെ 8 മണി. നോക്കൂ, ടി വി पर 26 जनवरी की പരേഡ് അരെ. ടി വിയിൽ ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപു ഔർ ഉസ്കെ ബാബ ടക് ടക്കി ലഗായെ ദേഖ് രേ. ഗോപുവും അവൻ്റെ അച്ഛനും വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ അത്ഭുതത്തോടെ നോക്കാനുള്ള കാരണം, അവർ ആദ്യമായിട്ടാണ് ടി വി കാണുന്നത്. അവർക്കൊരു അത്ഭുതമായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. ടി വി മേം ചാങ്കിയാം ചല്ലേ. ടി വിയിൽ നൃത്തങ്ങൾ നടക്കുന്നുണ്ട്. അവർ കമൻട്രി ബി, അവിടെ ഒരു കമൻട്രിയും കൂടി ഉണ്ട്. എന്താണ് കമൻട്രി? ടി വി സെ ആത്തി കമൻട്രി, ടി വിയിൽ നിന്ന് വരുന്ന കമൻട്രി. അവർ യേഹ് ഹേ ചാങ്കി അസം രാജ്യക്ക് എന്നൊരു ദൃശ്യം കാണിച്ചിട്ട്, ഒരു നൃത്തം കാണിച്ചിട്ട്, ഈ നൃത്തം അസം സംസ്ഥാനത്തിലേതാണ്. ആകെ ആകെ ബീഹു നൃത്തി കർത്തി മഹിളായം. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ബീഹാരി നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ. ഓക്കെ, അതാണ് ബീഹു നൃത്യകർത്തി മഹിളായ. മഹിളായ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗോപുവിൻ്റെ സംസാരമാണ്, ഡയലോഗ്സ് ആണ് അവിടെ വരുന്നത്. ബാബ യഹ് ആവാസ് കഹാം സെ അരഹിയ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു സംശയം. ടി വി ആദ്യമായിട്ട് കാണുകയാണ് അവനപ്പോൾ അവനൊരു സംശയം തോന്നുന്നത്. ബാബ അച്ഛാ യഹ് ആവാസ് കഹാം സെ അരഹിയ. ഈ ശബ്ദം, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? കഹാം സെ അരഹിയ. മനോഹർ ചാച്ച. അപ്പോൾ അതിൽ മനോഹർ ചാച്ച മറുപടി പറയുന്നു, യഹ് ബി ടി വി സെ ആരഹിയ ഗോപുലാൽ. മോനെ ഗോപു, ഇത് ടി വിയിൽ നിന്നാണ്, ടി വിയുടെ ഉള്ളിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് എന്ന് മനോഹർ ചാച്ച പറയാണ് ഗോപു. അപ്പോൾ ഗോപു പറയാണ്, ജാദു ഹേന. ഓ, വല്ലാത്തൊരു അത്ഭുതം തന്നെ, വല്ലാത്തൊരു മാജിക് തന്നെയല്ലേ ടി വി. ഇവിടെ ജാദു ഹേന എന്ന് പറഞ്ഞാൽ അല്ലേ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പടോന്ന ലിഗേന്ന എന്നൊക്കെ ചോദിക്കില്ലേ, നീ എഴുതിയില്ലേ, പഠിച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഹേന്ന എന്നുള്ള പ്രയോഗം കൊടുക്കുന്നത്. ഒരു ചോദ്യമാണ്. അതിന് പകരം ക്യാ എന്ന് പറഞ്ഞാലും ശരിയാണ്. ജാദു ക്യാ, മാജിക് എന്നല്ലേ, മാജിക് ആണോ ടി വി എന്നൊക്കെ നമ്മൾ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹേന്ന, അതുപോലെ ക്യാ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം സീൻ 3 ഇത്രയേ ഉള്ളൂ ഭാഗം. ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങളും അതിന് മറ്റും പറ്റിയിട്ടുള്ള ഗോപുവിൻ്റെ സംശയങ്ങളും. ഓക്കെ, ഇനി നമ്മൾ സീൻ 4 നോക്കൂ. പഹാടി സടക്, കുന്നിൻ പ്രദേശം, കുന്നിലേക്കുള്ള റോഡ്. ഷാം കെ 4 ബജെ, വൈകുന്നേരം 4 മണി. സമയവും സ്ഥലവും കൊടുത്തു, വൈകുന്നേരം 4 മണി. തീനോ ബച്ചെ സടക്ക് കിനാരെ ചല്ലേ. 3 കുട്ടികളും കുന്നിറങ്ങിയിട്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ ആ സമയത്ത് ഗോപു പറയാണ്, ജാദുദാ സച്മുച്ച് ചലോ അബ് സടക്ക് പാർ കർണിയേ. സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്, ഒരു മാജിക് തന്നെയാണ് ടി വി. ചലോ നടക്കുക, അബ് സടക്ക് പാർ കർണി. ഇനി നമുക്ക് റോഡ് മുറിച്ച് കടക്കണം. സടക്ക് പാർ കർണിയേ, ഇനി നമുക്ക് റോഡ് മുറിച്ച് കിടക്കണം. സടക്ക് പാർ കർണയ്ക്ക് കോശിഷ്. അങ്ങനെ 3 പേരും സടക്ക് പാർ കർണയ്ക്ക് കോശിഷ്, റോഡ് മുറിച്ച് കടക്കാനുള്ള ശ്രമത്തിലാണ്. സാമനെ സെ തേസി സെ എക്ക് ബസ് എത്തിയ. അപ്പോഴാണ് പെട്ടെന്ന് അടുത്തിലൂടെ ഭയങ്കര സ്പീഡിലൊരു ബസ് വരുന്നത്. അതാണ് തേസി എന്ന് പറഞ്ഞാൽ സ്പീഡിലൊരു ബസ് വരുന്നത്. ചുന്നി ദൗഡ്കർ പാർ കറിലെത്തിയ. ചുന്നി പെട്ടെന്ന് ഓടിയിട്ട് റോഡ് മുറിച്ച് കടന്നു. ഗോപു അവർ ലല്ലു കെടേരെ ചാത്തെ. ഗോപുവും ലല്ലുവും അവിടെ തന്നെ, ആ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു, അവിടെ തന്നെ അങ്ങോട്ട് സ്റ്റെക്കായി നിന്ന് പോവാണ്. ബസ് മേ സോർ സെ ബ്രേക്ക് ലഗ്താ ഹൈ. ആ ബസ് പെട്ടെന്ന് ശക്തിയായി ബ്രേക്ക് ചവിട്ടി. ഡ്രൈവർ ഗുസ്സെ മേ സിർ ബാഹർ നിക്കാൽത്താ ഹൈ. ഡ്രൈവർ
ദേഷ്യത്തോടെ തല പുറത്തേക്ക് ഇട്ടു. ബസ്സിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് തല പുറത്തേക്ക് ഇടുക. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ. ഇതൊക്കെ അവരുടെ ഭാവങ്ങളാണ്. ഡ്രൈവർ എന്നിട്ട് ഡ്രൈവർ പറയാണ് അബ് ദേഖ് ചലോ, നോക്കി നടന്നൂടെ മക്കളെ. അയാൾ പറയാണ്, ആ ഡ്രൈവർ നോക്കി നടന്നു. അത് അബ് ദേഖ് ചലേ, നോക്കി നടന്നൂടെ. ഗോപു ഓർ ലല്ലു ജൽദി സെ സടക് പാർ കർത്തെ, രണ്ടുപേരും ജൽദി സെ വളരെ സ്പീഡിൽ. നേരത്തെ പറഞ്ഞു തേസ്, തേസ് എന്ന് പറഞ്ഞാലും സ്പീഡിലാണ്, ജൽദി എന്ന് പറഞ്ഞാലും സ്പീഡാണ്. അപ്പോൾ ആ ഒരു വേഗത്തിൽ റോഡ് മുറിച്ച് കടന്നു. അപ്പോൾ ചുന്നി, അപ്പോൾ ഇതൊക്കെ കഥയിൽ നമ്മൾ ശരിക്ക് വായിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വേഗം വേഗം പറഞ്ഞു പോകുന്നത്. ചുന്നി നോക്കൂ, തും ലോക് സച്ച് മേ ചോട്ടേ ബച്ചോ, നിങ്ങൾ സത്യത്തിൽ ചെറിയ കുട്ടികളല്ലേ, ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നത്. സടക് പാർ കർണ ബി നഹി മാത്ത, റോഡ് മുറിച്ചു കടക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ലേ. അപ്പം നമ്മൾ കഥയിൽ പറഞ്ഞത് എന്താ, ചുന്നിക്കും ഒരു അവസരം കിട്ടിയ ചീത്ത പറയാൻ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കഥ. പക്ഷെ ഇവിടെ ആ ഡയലോഗ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് കഥയും തിരക്കഥയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഗോപു ചേമ്പത്തെ ഹുയെ, നാണിച്ചുകൊണ്ട്, ബ്രാക്കറ്റ് നോക്കൂ, ചേമ്പത്തെ ഹുയെ, നാണിച്ചുകൊണ്ട്, ജൽദി ചലോ, പെട്ടെന്ന് വാ, അബ് ദേർ ഹോരി, ഇപ്പം തന്നെ ഒരുപാട് സമയമായി, ഇപ്പം തന്നെ ഒരുപാട് സമയമായി. അപ്പം 3ഉം 4ഉം ദൃശ്യം നമ്മളെടുത്തു. ഇനി അടുത്ത ദൃശ്യമാണ് എടുക്കാൻ പോകുന്നത്. സീൻ 5 നോക്കൂ. കസ്ബെ കി സബ്ജി മണ്ഡി, കസ്ബെ കി സബ്ജി മണ്ഡി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയുള്ള ആ ചന്തയിലുള്ള പച്ചക്കറി മാർക്കറ്റ്. ഓക്കെ, ഷാം കെ 5 ബജെ, സമയം വൈകുന്നേരം 5 മണി. സമയം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയം വൈകുന്നേരം 5 മണി. ചുന്നി ലല്ലു സബ്ജി മണ്ഡി കി ഭീഡ് മേ തോടാ പീച്ചേ രേ ഗയ, സബ്ജി ലല്ലു ഈ പിന്നെ തിരക്കിനിടയിൽ കുറച്ച് പിന്നിലായിപ്പോയി. അതാണ് സബ്ജി മണ്ഡി കി ഭീഡ് മേ തോടാ പീച്ചേ രേ ഗയ, അപ്പോൾ കുറച്ച് ബാക്കിലായിപ്പോയി. ഗോപു ഓർ ചുന്നി ആകെ ചലേ, മറ്റു രണ്ടുപേരും ഗോപുവും ചുന്നിയും കുറച്ച് മുന്നിലേക്ക് നടന്നുപോയി. ചുന്നി ഡരി ഹുയി, ചുന്നി വളരെ പേടിച്ചിരിക്കുകയാണ്. ചുന്നി എന്നിട്ട് അവൾ സംസാരിക്കുകയാണ്. തുമ്നെ കഹാദാ ജൽദി പहुंचेंगे शाम तक वापस आएंगे, എന്താ അവൾ പറഞ്ഞത്? നീയല്ലേ, ഗോപുവിനോട് പറയാം, നീയല്ലേ പറഞ്ഞത് വേഗം പോയിട്ട് വേഗം തിരിച്ചു വരാം, വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരാമെന്ന് നീയല്ലേ പറഞ്ഞത്. അപ്പോൾ ഗോപു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, ബസ് ഇതാ ആനേവാലെ ഇതാ എത്തിപ്പോയി, മനോഹർ ചാച്ചക്ക് ഘർ, മനോഹർ ചാച്ചയുടെ വീട് ഇതാ എത്തിപ്പോയി എന്ന് അവൻ ആ പച്ചക്കറി മാർക്കറ്റിന്റെ സമീപത്ത് നിന്ന് ചുന്നിയോട് പറയാം. ഇനി ബ്രാക്കറ്റ് നോക്കൂ, ബ്രാക്കറ്റ് എന്താണെന്ന് ഓർമ്മിക്കണം. ഒരിക്കലും ഡയലോഗ്സ് അല്ല, അവരുടെ പ്രവൃത്തികളും ഭാവങ്ങളൊക്കെയാണ്. ചുന്നി ഏക്ക് ലംബെ ആദ്മി സെ ടക്കരാ ജാത്തി, അങ്ങനെ നടക്കുന്നതിനിടയിൽ ചുന്നി ഏക്ക് ലംബെ ആദ്മി സെ ടക്കരാ ജാത്തി, ചുന്നി ഒരു നീളമുള്ള മനുഷ്യനുമായി കൂട്ടിയിടിക്കുകയാണ്. ടക്കരാ ജാത്തിയെ കൂട്ടിമുട്ടുക. വഹു ആദ്മി ജൽദി മേ, അയാൾ ഭയങ്കര സ്പീഡിലായിരുന്നു. സമ്പത്ത് ഹുയെ ആകെ പഠിച്ചത്തെ, എന്നിട്ട് അയാൾ പിന്നെ രണ്ടുപേരും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതായത് ഒന്ന് തട്ടിയപ്പോൾ ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ വീഴുന്ന പോലെ തോന്നിയെങ്കിലും പിന്നീട് നിയന്ത്രിച്ചുകൊണ്ട് രണ്ടുപേരും മുന്നോട്ട് നടന്നു. ചുന്നി രുഹാംസിയോക്കർ, കരച്ചിൽ വരാനയക്കുന്ന ചുന്നിക്ക്, അതാണ് രുഹാംസിയോക്കർ. കബ്സെ കഹ്രേഹോ ആനേവാല, എത്ര പിന്നെ നേരമായി നീ പറയുന്നു എത്തി എന്ന്, എത്തിക്കൊണ്ടിരിക്കുന്നു, എന്താണ് എത്താത്തത് എന്നാണ് ചുന്നി ചോദിക്കുന്നത്. അപ്പൊ ഗോപു പീച്ചെ മുടുക്കർ, അപ്പൊ ഗോപു ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞിട്ട്, അതൊക്കെ പീച്ചെ മുടുക്കർ പിന്നിലേക്ക് തിരിഞ്ഞിട്ട്, അരെ ഏ ലല്ലു കഹാരകയ, ഈ ലല്ലു ഇവിടെ പോയി, ലല്ലുവിനെ കാണാനില്ലല്ലോ. അവർ തോ രോമത്ത് ഹബ്, നീ കരയാതിരിക്കും ചുന്നി. രോമത്ത്, മത്ത് എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ളതാണ്, ചെയ്യരുത് എന്നൊക്കെ. തൂ രോമത്ത് എന്ന് പറഞ്ഞാൽ കരയരുത്. ടി വി ദേക്കിനെ, ടി വി കാണണ്ടേ, നമുക്ക് ടി വി കാണണ്ടേ. ഉസ്മേം പതാഹെ, എന്തെല്ലാം അതിലുണ്ട്, എന്തൊക്കെയാണുള്ളത്. ലോക ബക്സയ്ക്ക് അന്തർ ബന്ധുവത്തെ, ഒരു പെട്ടിയുടെ ഉള്ളിൽ ജനങ്ങളൊക്കെ ഒളിച്ചിരിക്കുകയാണ്. അതായത് ടി വിയുടെ ഉള്ളിൽ ഒരുപാട് ജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ചോട്ടെ ദിക്തേ, ചെറുതായിട്ട് നമുക്ക് കാണാം അവരൊക്കെ. തേരെ മക്കോടൊക്കി തരെ, നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ പ്രാണിയെ പോലെ നമുക്ക് അവരെ ഈ ബോക്സിനുള്ളിൽ കാണാം. ലല്ലു ദിക്തായ്, അങ്ങനെ ലല്ലുവിനെ അവർ കാണുന്നു. ലല്ലു ജൽദിയാന, എന്നിട്ട് അവർ പറയാണ്, എന്താണ് ലല്ലു, ഒന്ന് വേഗം സ്പീഡിൽ വാ, ജൽദിയാന ഒന്ന് സ്പീഡിൽ വാ എന്ന് രണ്ടുപേരും പറയാം. ലല്ലു ദൗഡ്ത ഹുവാത്ത, അങ്ങനെ ലല്ലു ഓടിയിട്ട് വരിക, ലല്ലു ഓടിയിട്ട് വന്നു. തീനോം ഹാത്ത് പക്കടുക്കർ ചലനയിലേക്ക്, പിന്നെ 3 പേരും നടന്നത് എങ്ങനെയാണ്, ഹാത്ത് പക്കടുത്തെ, 3 പേരും ഹാത്ത് പക്കടുക്കർ, 3 പേരും കൈ കോർത്ത് പിടിച്ചിട്ടാണ്, കൈ ചേർത്ത് പിടിച്ചിട്ടാണ് പിന്നീട് നടക്കുന്നത്. അപ്പം ദൃശ്യം 5ഉം അവിടെ കഴിഞ്ഞു. ഓക്കെ, കഥ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിന്റെ ഡയലോഗ്സിൽ വരുന്ന ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും, അത് മാത്രം ഒന്ന് നോക്കിച്ചാൽ. ഇനി സീൻ 6 ലാസ്റ്റ്, ഇന്നത്തെ ക്ലാസ്സിലെ അവസാന പാർട്ടാണ്, അവസാന സീനാണ്. കസ്ബേക്ക് ഗലി, ആ അങ്ങാടിയിലുള്ള ഒരു ചെറിയ റോഡ്. ഓക്കെ, ശ്യാം കാ സമയ്, അങ്ങാടി കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ റോഡ്. ശ്യാം കാ സമയ്, വൈകുന്നേര സമയം തന്നെയാണ്. ബ്രാക്കറ്റ് നോക്കൂ.
ബച്ചയ്ക്ക് ഗലിക്കെ മോഡ് പറ, കുട്ടികൾ ആ പിന്നെ തെരുവിൽ അവിടെയുള്ള ഒരു വളവിൽ നിൽക്കുകയാണ്, മോഡ് പറ ഒരു വളവിൽ നിൽക്കുകയാണ്. സാമനെ കച്ചെ പക്കെ മക്കാനോ കിക്കതാർ, അവിടെ ചെറുതും വലുതുമായിട്ടുള്ള പല വീടുകളും അവരിങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ കാണുകയാണ് ഈ വളവിൽ നിൽക്കുന്ന സമയത്ത്. ഗോപു ബസ് യഹി ഗലി, യെസ് ഇതാണ്, അതെ ഇതാണ് ആ തെരുവ്. ഓക്കെ, ഗലി എന്ന് പറഞ്ഞ തെരുവ്. ഈ സീമേം മനോഹർ ചാച്ച, ഇവിടെയാണ് മനോഹർ ചാച്ച ഉള്ളത്, ഇവിടെയാണ് മനോഹർ ചാച്ച ഉള്ളതെന്ന് ഗോപുവിന് ഉറപ്പായി. ലല്ലു തോ ചലോ, എന്നോ നമുക്ക് നടക്കുക എന്ന് ലല്ലു പറയാം. ഗോപു, അപ്പൊ ഗോപു നോക്കൂ, മക്കാനോ കോ തേക്കത്ത ഹുവ, അവനിങ്ങനെ ഓരോ വീടുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, പോകുന്ന സമയത്ത് അവൻ ഓരോ വീടുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഹാ ലേക്കിൻ യാദ് കർണേ ദോ കോൻ സ ഘർ, അവ പറയാ ഓക്കെ, ലേക്കിൻ യാദ് കർണേ, എന്തായാലും ഓർമ്മ അങ്ങോട്ട് വരുന്നില്ലല്ലോ, കോൻ സ ഘർ ഏത് വീടാണെന്ന് ഓർമ്മ വരുന്നില്ലല്ലോ. അപ്പൊ ചുന്നി പർ കൈസേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് പോവാ, പർ കൈസേ എങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകും എന്ന് അവളെ പറയണം. അപ്പോ ഗോപു പറയും നോക്കൂ, ഹരേ ഉസ് ഘർ കെ ഊപ്പർ ടിവി ക ടണ്ടാ ലഗാ ഹുവാ, ഒരു വീട് ഇങ്ങനെ കാണിച്ചിട്ട് അവനിങ്ങനെ പറയാണ്, ആ വീടിന്റെ മുകളിലാണ് ടിവിയുടെ ആന്റിന ഞാൻ കണ്ടത്. ടണ്ടാ ലഗാ ഹുവാ ആന്റിന, ആടിക്കൊണ്ടിരിക്കുന്ന ആന്റിന ഞാൻ കണ്ടത്. തീനോ ധ്യാൻ സെ ഗെരോം കോ ദേഖ്തെ, അങ്ങനെ 3 പേരും വളരെ ശ്രദ്ധയോടെ, ധ്യാൻ സെ വളരെ ശ്രദ്ധയോടെ ആ ആന്റിനയിലേക്ക് നോക്കുകയാണ്. ഗോപു ക ചെഹ്റ ഉദർ ജാത്ത, ഗോപുവിന്റെ മുഖം അവിടെ വാടിപ്പോവാണ്. അവന് വളരെ പ്രതീക്ഷയോടെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവന്റെ മുഖം വല്ലാതെ വാടിപ്പോയി. ഗോപു പറ യഹാം തോ, അപ്പൊ ഗോപു പറയും നോക്കൂ, പറ എന്നാൽ ഇവിടെ, യഹാം തോ ഇവിടെയാണെങ്കിലോ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ അതിന്റെ ബാക്കി ലല്ലു പറയാണ്, സബ് കി ചത്ത് പർ ലഗാ, അവിടെ മാത്രമല്ല സബ്ക്കി ചത്ത് പർ ലഗാ, എല്ലാ മട്ടുപ്പാവിലും എല്ലാ ടെറസിന്റെ മുകളിലും എന്തുണ്ട്, ആന്റിനയുണ്ട്. ചുന്നി ടി വി പോലെ ടണ്ടാ അബുക്കിയാ കരേങ്കെ, എല്ലാ വീടിന്റെ മുകളിലും ഈ ടിവിയുടെ ആന്റിന ഉണ്ട്, അബുക്യാ കരേങ്കെ എന്ന് ചുന്നി ചോദിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക, അബുക്യാ കരേങ്കെ ഇനി എന്ത് ചെയ്യും. ഗോപു, അപ്പൊ ഗോപു ഹിമ്മത്ത് ഹാർത്തേ, അവന്റെ ധൈര്യമൊക്കെ പോയി. അവനൊരു ഇതുവരെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നു ഇന്നതാണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ അവന്റെ ധൈര്യമൊക്കെ പോയി. അതാണ് ഹിമ്മത്ത് ഹാർത്തേ പോയേ, ധൈര്യം നഷ്ടപ്പെട്ട. പതനഹി എനിക്കറിയില്ല, മനോഹർ ചാച്ചാനെ ബത്തായ താക്കി ഉൻകി ഗർമേ ടി വി, മനോഹർ ചാച്ച പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമാണ് ടി വി ഉണ്ടായിരുന്നത്. പറയാം തോ സബ്ക്കി കറി, എന്നാൽ ഇപ്പൊ വന്നപ്പോഴോ എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്, ടി വി ഉണ്ട്. അപ്പൊ എന്തൊരു മാറ്റാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ എന്താണ്, അന്ന് ഇവർ പോയ സമയത്ത് ഈ ഒരു വീട്ടിൽ മാത്രമായിരുന്നു ആന്റിന ഉണ്ടായിരുന്നത്. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും ടി വി എത്തി, ആന്റിന എത്തി. അതാണ് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗോപുവിന് എന്തുണ്ടാവുന്ന കൺഫ്യൂഷൻ ഉണ്ടായത്. ഓക്കെ, ഇപ്പൊ അവന് മനസ്സിലാവുന്നില്ല ഏതാണ് വീട് ഏതാണ് പിന്നെ മനോഹർ ചാച്ചന്റെ വീടെന്ന് അവനറിയില്ല. ലല്ലു ബേഹദ് അഥാശ, കഠിനമായ നിരാശയിൽ ലല്ലു പറയാണ്, അബ് ഹം വാപ്പസ് ചലേ, ഇനി നമുക്ക് തിരിച്ചു പോകാം. ആസ്മാൻ ദേഖ്തേ, എന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് നഹീം പറ്റില്ല, അന്തേരാ ഹോരഹ, ഇരുട്ടായിപ്പോയി, ഇനി നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല, കാരണം എന്താ, ഇരുട്ടായിപ്പോയി. ചുന്നി ഹം ഗോഗേ, അപ്പൊ ചുന്നി പറയണം, നമ്മൾ പെട്ടു, നമ്മളാകെ കഷ്ടപ്പാടിലായിപ്പോയി, ഖോഗേ നമ്മൾ കുടുക്കിൽപ്പെട്ടു എന്നൊക്കെ ചുന്നി പറയണം. ബ്രാക്കറ്റ് നോക്കൂ, ഗോപു കുച്ച് നഹീം പോലത്തെ ബസ് രവനിലെത്താ, ഗോപു ഒന്നും പറയാതെ കരയാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ബാക്കി തോനോ ബി രോനിലേക്കെത്തേ, ബാക്കിയുള്ള 2 കുട്ടികളും അവന്റെ കൂടെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഈ ഇതിൻ്റെമായി ബന്ധപ്പെട്ട വർക്ക് എന്താ വെച്ചാൽ, സീൻ നമ്പർ 7 നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് അതിൻ്റെ മീനിങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഓക്കെ, അതായത് സീൻ 7 നിങ്ങൾ സ്വന്തമായിട്ട് അർത്ഥം കണ്ടെത്തിയിട്ട് അത് മലയാളത്തിൽ എഴുതിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. അതാണ് ഈ പിന്നെ പാട്ടിലുള്ള വർക്ക്. 8 വേണ്ട, സീൻ നമ്പർ 7. ഓക്കെ, വളരെ ചെറുതാണ് സംഭവം. ഞാൻ പറഞ്ഞുതരാം, അവരവിടെ നിന്ന് കരയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, അതാണ് സീൻ. ഞാൻ എൻ്റെ ഫ്രണ്ടിലെ ഒരു സ്ഥലവും സമയം പറഞ്ഞുതരാം. കസ്ബെ കി സഡക്, ആ പിന്നെ തെരുവിലെ റോഡ്, ദേർ ഷാം ക സമയം, അതായത് രാത്രിയോടടുത്ത സമയം. ഓക്കെ, അപ്പോൾ വളരെ കുറച്ചുള്ളൂ സീൻ 7. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ അർത്ഥം എഴുതിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം, മലയാളത്തിൽ എഴുതിയിട്ട്. ഓക്കെ, താങ്ക്സ്.